അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്കേർട്ടിൽ എങ്ങനെയാണ് ഇൻവിസിബിൾ സിബ് വെക്കുന്നത് എന്നാണ്. അതിനായിട്ട് ഞാനിവിടെ അംബ്രല്ല സ്കേർട്ടാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത്. ഏത് സ്കേർട്ടിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്കേർട്ടിൻ്റെ ലൈനിങ് നല്ല വശവും കൂടെ വെച്ചിട്ട് രണ്ട് സൈഡും അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഈ മുകളിൽ നിന്ന് ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ച് ഇറക്കിയാണ് ഞാനിവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്ര ഇറക്കത്തിലാണ് സിബ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇൻവിസിബിൾ സിബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് മുകളിലേക്കും താഴേക്കും ഒന്ന് ആക്കി നോക്കിയതാണ് സിബ് നല്ലതാണോ എന്ന്. അതിനുശേഷം നമ്മുടെ ഈ പ്രഷർ ഫൂട്ട് ഒന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 1 സൈഡ് പ്രഷർ ഫൂട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെഷീനിൽ കിടക്കുന്ന പ്രഷർ ഫൂട്ട് ഇതാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് 1 സൈഡ് പ്രഷർ ഫൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിബ് നല്ല ചേർത്ത് അടിച്ച് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് 2 സൈഡും മേടിക്കാൻ കിട്ടും. അതിലേത് സൈഡാണ് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമെന്ന് വെച്ചാൽ ആ സൈഡ് നോക്കി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സ്കേർട്ടിൻ്റെ നല്ല വശമാണിത്. ഇതാണ് ചീത്ത വശം. അപ്പോൾ ഈ നല്ല വശത്തേക്കാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് സിബിൻ്റെ നല്ല വശം, ഇതാണ്. ആ നല്ല വശവും ഈ സ്കേർട്ടിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നാണ് നമ്മുടെ ഈ സിബിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലോക്ക് പോലൊരു സംഭവമുണ്ട്. സിബ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കിന് അവിടം വരെ വന്ന് നിൽക്കത്തുള്ളൂ. അപ്പോൾ ആ ഭാഗത്തിന് മുകളിലോട്ട് കയറ്റി ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കരുത്. അത് വിട്ടതിന് ശേഷം വേണം വെച്ച് കൊടുക്കാനായിട്ട്. ശേഷം സിബൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ സിബിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ നല്ല വശവും കൂടെ ഇതാ ഇങ്ങനെ തിരിച്ച് ഒരുമിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ സിബ് ഇതാ ഇങ്ങനെ പിടിച്ച് വെച്ച് കൊടുത്ത് വേണം അടിച്ചു വിടാനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് താഴോട്ടൊന്ന് അടിച്ചു വിടാം. അത് അപ്പോൾ ഇവിടെ താഴെ വരെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് തിരിച്ചിടുമ്പോൾ സിബ് വരുന്നത്. ഇങ്ങനെ ഇത് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കിനും ഒട്ടും കാണാത്തതുപോലെ ആകും. അപ്പോൾ ഇനി തിരിച്ച് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇതൊന്ന് നമുക്ക് നേരെ ഒന്ന് വെച്ച് ഒന്ന് ക്ലോസ് ചെയ്യാം. ആദ്യം ഞാൻ ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരുമിച്ചൊന്ന് പിടിച്ചു കൊടുക്കുക. മുകളിൽ നിന്ന് താഴേക്ക് ഇതങ്ങ് അകത്തേക്ക് ഇട്ട് കൊടുക്കുക. സിബ് സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ നേരെ ഒന്ന് മുകളിലേക്ക് പിടിച്ചു കൊടുക്കാം. പിടിച്ചു കൊടുത്തിട്ട് ഇവിടെ എവിടെയാണ് സിബ് നേരെ വെച്ചതിന് ശേഷം ഈ താഴ്ഭാഗത്ത് എവിടെയാണോ സിബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതാ ഇങ്ങനെയൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം സിബ് പിന്നെ പഴയതുപോലെ ഓപ്പൺ ചെയ്യുകയാണ്. താഴേക്കങ്ങ് കുറച്ച് ഓപ്പൺ ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതാ ഇങ്ങനെ ഇരിക്കുന്ന സിബ് നേരെ ഇങ്ങനെ തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ച് ഇതാ ഇങ്ങനെ അങ്ങ് വെക്കുക. ഇവിടെ ഈ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ, അതും ഈ സ്കേർട്ടിലും അടയാളപ്പെടുത്തിയത് ഒരുമിച്ച് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടുന്ന് ലോക്ക് ചെയ്ത് മുകളിലേക്ക് അടിക്കുക. ഇപ്പോൾ സിബ് ഇതാ തിരിച്ച് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് നൂത്തിട്ട് നോക്കാം. നൂലൊന്നും ഇതിനകത്ത് കുടുങ്ങാതെ ഇതാ. അപ്പോൾ ഇതാ സിബ് ഒട്ടും തന്നെ കാണാതെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി അടുത്തതായിട്ട് ഈ സിബ് ഇത്രയും അകത്തേക്ക് കിടക്കുമല്ലേ, അപ്പോൾ ഇത് നമുക്ക് കുറച്ചങ്ങ് കട്ട് ചെയ്ത് മാറ്റാം.
കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ 2 എണ്ണം വെച്ച് അടിച്ചിരിക്കുന്നില്ലേ, അതിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെയൊന്ന് വെച്ച് ഇതുവഴി ഒന്ന് അടിച്ചു കൊടുക്കാം. അത് സിബിൻ്റെ ഇവിടെ ദേഹത്തൊക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം. ഇതെല്ലാം വൃത്തിയായിട്ട് ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനുശേഷം ഈ സിബ് 2 സൈഡും ഇവിടവും കൂടി ഒന്ന് നേരെ ഒന്ന് അടിച്ചു കൊടുക്കാം, 2 സൈഡും. അപ്പോൾ അത്രയേ ഉള്ളൂ. സിബിൻ്റെ ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.